ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ട് ആംപ്ലിഫയറുകൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടവർ സ്പീക്കറാണ്. അതായത് നമ്മുടെ തന്നെ ഒരു 100 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന രണ്ട് ടവർ സ്പീക്കറും അതേപോലെ തന്നെ ഓഡിയക്സിൻ്റെ തന്നെ ഒരു 5.1 ഒരു ആംപ്ലിഫയറുമാണ്. ഇതിലേക്കാണ് നമ്മുടെ EQ8000 എന്ന് പറയുന്ന ഇക്വലൈസർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ മാസം നമുക്ക് നല്ലൊരു ഓർഡർ വന്ന ഒരു ഐറ്റമാണ്, അതുപോലെ തന്നെ ഇപ്പോഴും നല്ലൊരു എൻക്വയറി ഉള്ള ഒരു ഐറ്റമാണ് ഓഡിയക്സിൻ്റെ ഇക്വലൈസർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ആംപ്ലിഫയറും കൂടെ ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ആംപ്ലിഫയറിനെ നല്ല ക്വാളിറ്റി രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ഇതേപോലെ തന്നെ നല്ല ഫ്രീ ആംപ്ലിഫയർ സെക്ഷൻ കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ആംപ്ലിഫയർ സെക്ഷൻ നല്ലതായിരിക്കും, പക്ഷേ അതിൻ്റെ ഫ്രീ ആംപ്ലിഫയർ യൂണിറ്റും ഒക്കെ ആയിരിക്കും പലപ്പോഴും മോശമാകാറുള്ളത്. അങ്ങനെയുള്ള സ്ഥിതിക്കൊക്കെ നമുക്ക് ഉപയോഗമായിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. കുറേ എൻക്വയറിയും അതുപോലെ തന്നെ കുറേ ഓർഡറും വന്നൊരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിലാണ് ഓൺ ബട്ടൺ വരുന്നത്. റൈറ്റും ലെഫ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇക്വലൈസറൊക്കെ കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് ഇതിൻ്റെ ഇൻപുട്ട് സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ USB കൊടുക്കാം, ബ്ലൂടൂത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിലേക്ക് ഒപ്റ്റിക്കൽ ഇൻപുട്ടും ഉണ്ട്, കൊയാക്സിൽ ഇൻപുട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു TV എന്നോ DVD എന്നോ എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് അതിനെ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ടിലേക്ക് മാറ്റാൻ സാധിക്കും. എന്തായാലും നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ഈ ആംപ്ലിഫയറിലേക്കാണ് ഞാനിത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതും ഓഡിയക്സിൻ്റെ തന്നെ ഒരു ആംപ്ലിഫയർ ആണ്. നല്ല രീതിയിൽ ശരിക്കും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഇക്വലൈസറാന്ന് പറയാം. എല്ലാ ഓഡിയോ പ്രേമികൾക്കും ഇഷ്ടമാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിലേക്ക് നമ്മുടെ സോങ്ങിനെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം. മിഡ് ആണെങ്കിലും ബാസ്, ട്രിബിൾ എല്ലാം നമ്മുടെ ഇഷ്ടത്തിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. എന്തായാലും നല്ലൊരു ഫീഡ്ബാക്കാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത നമ്മുടെ ഒരു ക്ലാസ് ടി ആംപ്ലിഫയറും കൂടെ വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെയും കൂടെ ഒന്ന് ക്വാളിറ്റി കാണിക്കാം. ഇത് നമുക്ക് നല്ലൊരു ഓർഡർ വന്നൊരു ഐറ്റമാണ്. ഇത് ഓഡിയക്സിന്റെ 2121 എന്ന് പറയുന്ന ഒരു 2.1 ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. നമുക്കൊരു ചെറിയ റേറ്റിന് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. രണ്ട് മൈക്കും USB, ബ്ലൂടൂത്ത്, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒപ്റ്റിക്കലും ARC ഇൻപുട്ടൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 2.1 ആംപ്ലിഫയർ. നമുക്ക് അത്യാവശ്യം നല്ല 100 വാട്ട്സ് സബിനും ചാനലിലാണെങ്കിൽ ഒരു 50 വാട്ട്സും കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെക്ക് ചെയ്തിട്ടും ഇതിൻ്റെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഇതും കൂടി ഒന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇതിലേക്ക് ഞാൻ 200 വാട്ട്സിന്റെ ഒരു സബ്ബാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 100 വാട്ട്സിന്റെ 2 ടവറിലേക്കാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ഈ 2 പ്രൊഡക്റ്റും നല്ല യൂസ്ഫുൾ ആയിട്ടും നമുക്ക് കൊടുക്കുന്ന റേറ്റിന് ഉപകാരമായിട്ടുള്ള 2 സാധനങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഈക്വലൈസറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ക്ലാസ് ഡി ആംപ്ലിഫയറിലാണെങ്കിലും ഒപ്റ്റിക്കലും ARC ഇൻപുട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു TV എന്നൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾക്കിടയിൽ കമൻറ്റ് ചെയ്യാം. ഈ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് അറിയാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓണം പ്രമാണിച്ച് കുറേ ഓഫർ പ്രൊഡക്റ്റുകളും ഡിസ്കൗണ്ട് ഐറ്റംസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.